റാമിൻ്റെ ഓഫീസ്. റാമിൻ്റെ അച്ഛൻ കൃഷ്ണൻ ക്യാബിനിലിരിക്കുമ്പോൾ അവൻ്റെ PA അനു അങ്ങോട്ട് വെപ്രാളത്തിൽ കയറി വന്നു. സാർ, ഒരു വലിയ പ്രശ്നമുണ്ട്. കൃഷ്ണൻ എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി. സാർ, നമ്മളിവിടെ പുതുതായി കോളനിയിൽ താമസിക്കുന്നവർക്കായി പണിയുന്ന വില്ല പ്രോജക്റ്റ് ഇല്ലേ, അവിടെ ഒരു പ്രശ്നം. അവിടെ എന്ത് പ്രശ്നം? അവിടെ ആ ഏരിയയിലെ ഗുണ്ടകൾ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. റാം സാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സാർ ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ശരി, ഓക്കെ, ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം. അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്നിറങ്ങി. അവൻ്റെ പുറകെ അനുവും ഇറങ്ങി. അതേസമയം ആ വില്ലയുടെ പണി നടക്കുന്ന സ്ഥലത്തിനടുത്ത് തൻ്റെ ജീപ്പിലിരുന്ന് അടുത്ത കടയിൽ നിന്ന് ഒരു ചായയും വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രമനും മണിയും. മണി, നീ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോക്കോടാ, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. വിക്രമൻ പറഞ്ഞത് മണി ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് അവൻ സമ്മതിച്ചു. അതും പറഞ്ഞ് അവർ മറ്റു കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ തങ്ങളുടെ മുന്നിൽ വില്ല പ്രോജക്റ്റിൻ്റെ അടുത്ത് കുറേ റൗഡികൾ പ്രശ്നമുണ്ടാക്കുന്നത് അവർ കണ്ടു. അവിടെ എന്താണ് ചേട്ടാ പ്രശ്നം? റൗഡികൾ നിൽക്കുന്നത് കണ്ട് മണി കടക്കാരനോട് ചോദിച്ചു. ഇവര് ആ വിനായകൻ്റെ ആളുകളാ. ഇവിടെ ഒരു പുതിയ വില്ല പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ കോളനിക്കാർക്ക് വേണ്ടിയാണ്. അവിടെ പ്രശ്നം ഉണ്ടാക്കി കാശ് തട്ടാനുള്ള ഏർപ്പാടാണ് ചെറ്റകൾ. അതേസമയം അങ്ങോട്ടേക്ക് ഒരു കാർ വന്നു. ആ കാറിൽ നിന്ന് കൃഷ്ണനും അനുവും ഇറങ്ങി. കാറിൽ നിന്ന് കൃഷ്ണൻ ഇറങ്ങിയത് കണ്ടതും റൗഡികളുടെ കൂട്ടത്തിൽ നിന്ന് വിനായകൻ മുന്നോട്ടേക്ക് വന്നു. ആഹാ, മുതലാളി വന്ന. ഈ വിനായകൻ അറിയാതെ ഇവിടെ കെട്ടിടം പണിഞ്ഞ് പൊന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിനായകൻ പറഞ്ഞത് കേട്ട് കൃഷ്ണൻ ചോദിച്ചു. എനിക്ക് ഈ വാചകടി പറയുന്നതൊന്നും ഇഷ്ടമല്ല സാറേ, നേരിട്ട് തന്നെ പറയാം. 1,00,000 രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടേ ഇവിടുത്തെ പണി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഞാൻ എന്തിന് പൈസ തരണം? ഒന്നാമത് ഇതൊരു ഗവൺമെൻറ് പ്രോജക്റ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. സാറിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഇവിടെ പണി നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതും പറഞ്ഞ് വിനായകൻ കൂട്ടാളികളെ നോക്കി ദേഷ്യത്തോടെ ചീറി. അടിച്ച് തകർക്കടയെല്ലാം. അവർ പറഞ്ഞത് കേട്ട് കൃഷ്ണൻ ദേഷ്യത്തിൽ വിനായകൻ്റെ കോളറിൽ പിടിച്ചു. തൻ്റെ കോളറിൽ പിടിച്ചത് കണ്ടതും വിനായകൻ ശക്തിയിൽ കൃഷ്ണൻ്റെ കൈ വിടുവിച്ച് അയാളെ ആഞ്ഞു തള്ളി. ആ തള്ളലിൻ്റെ ആഘാതത്തിൽ കൃഷ്ണൻ നിലത്തേക്ക് വീണു. നിലത്ത് കിടന്ന് ചുറ്റുപാടും നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് കൃഷ്ണൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. വിനായകൻ പിന്നെയും കൃഷ്ണൻ്റെ നേരെ വന്നതും അദ്ദേഹം കണ്ണടച്ചു. പെട്ടെന്ന് ആരോ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്ന ശബ്ദമാണ് കൃഷ്ണൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത്. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയതും തൻ്റെ മുന്നിൽ നിലത്ത് വീണ് വേദന കൊണ്ട് പുളയുന്ന വിനായകനെയാണ് കണ്ടത്. കൃഷ്ണൻ നേരെ നോക്കിയപ്പോൾ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന വിക്രമനെയാണ് കണ്ടത്. വിക്രമൻ കൃഷ്ണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തായി നിന്നു. കൃഷ്ണൻ്റെ അടുത്തായി നിൽക്കുന്ന വിക്രമനെ കണ്ട് വിനായകൻ അവൻ വേദനയോടെ അവൻ്റെ ആളുകളോട് പറഞ്ഞു. നോക്കി നിൽക്കാതെ അടിച്ചു കൊല്ലടാ അവനെ. വിനായകൻ പറഞ്ഞത് കേട്ടതും അവൻ്റെ കൂടെ വന്ന റൗഡികളെല്ലാവരും വിക്രമൻ്റെ നേരെ ആയുധങ്ങളുമായി പാഞ്ഞെടുത്തു. വെറും 10 മിനിറ്റ് കൊണ്ട് വിക്രമൻ തൻ്റെ നേരെ വന്ന റൗഡികളെ നിലംപരിശാക്കി. അപ്പോഴേക്കും അവിടേക്ക് അനു പോലീസുകാരെ വിളിച്ചു വരുത്തിയിരുന്നു. പോലീസുകാരെത്തി വിനായകനെയും റൗഡികളെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ വിക്രമനെ കൃഷ്ണൻ പുറകിൽ നിന്ന് വിളിച്ചു. വളരെ നന്ദി മോനെ. എന്താ നിൻ്റെ പേര്? എൻ്റെ പേര് വിക്രമൻ. കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണ്. ഇവിടെ കുറച്ച് ദിവസത്തെ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ മോൻ എവിടെയാ താമസിക്കുന്നത്? ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിലാണ് താമസം. എന്തിനാ മോനെ ഹോട്ടലിൽ താമസിച്ച് പൈസ കളയുന്നേ? മോൻ്റെ ആവശ്യം കഴിയുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാമോ? അതൊന്നും വേണ്ട. സാറിനതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മോൻ ചെയ്ത സഹായത്തിന് അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. വിക്രമനെ എത്ര നാൾ അവിടെ നിൽക്കണമെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഹോട്ടലിലെ താമസവും പുറത്തെ ഫുഡും അവന് തീരെ പിടിക്കുന്നില്ല. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി നടക്കുകയായിരുന്നു.
അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അവൻ അതിന് സമ്മതിച്ചു. ഓക്കെ സാർ, സാറിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ഓക്കെ ശരി. ചോദിക്കാൻ മറന്നു, എന്താ മോൻ്റെ പേര്? വിക്രമൻ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ പേര് പറഞ്ഞു. പിന്നെ അവൻ്റെ ഫോൺ നമ്പർ കൃഷ്ണന് നൽകി അവൻ അവിടെ നിന്ന് പോയി. വിക്രമൻ മണിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട ശേഷം മുഴുവൻ ഒന്ന് കറങ്ങി. എവിടെയെങ്കിലും ജാനകിയെ കണ്ടാലോ എന്ന് തോന്നി. പക്ഷേ നിരാശയായിരുന്നു ബലം. വൈകുന്നേരം ആയപ്പോഴേക്കും വിക്രമൻ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് കൃഷ്ണൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോയി. കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണുമ്പോൾ അവന് നല്ല പരിചയമുള്ള വഴിയായി തോന്നി. കൃഷ്ണൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയതും അത് ജാനകിയുടെ വീടാണെന്ന് കണ്ടതും അവന് ഞെട്ടലും സന്തോഷവും അത്ഭുതവും എല്ലാം ഒരുമിച്ച് തോന്നി. അവൻ കാണുന്നത് സ്വപ്നമാണ് എന്നുവരെ അവന് തോന്നി. അവൻ സന്തോഷത്തോടെ ജീപ്പ് തെക്കൻ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ജീപ്പിൽ നിന്നിറങ്ങി. ജീപ്പിൽ നിന്ന് അവൻ്റെ ബാഗ് എടുത്ത് തോളിലിട്ട് വീട്ടിലേക്ക് നടന്നു. അപ്പോഴേക്കും അവനെയും കാത്ത് കൃഷ്ണൻ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണൻ അവനെയും കൂട്ടി വീടിനുള്ളിലേക്ക് ചെന്നു. അവർ ചെന്നപ്പോൾ ഹാളിൽ അവിടെ ദേവദത്തനെയും ദേവകിയെയും അനിതയെയും രമ്യയും നിൽപ്പുണ്ടായിരുന്നു. ജാനകി റൂമിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഹാളിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അവൾ അറിയുന്നില്ല. ഇത് കൃഷ്ണൻ അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്താനായി പേര് പറയാൻ ശ്രമിച്ചതും വിക്രമൻ ഇടയിൽ കയറി പറഞ്ഞു, ഞാൻ വിക്രമാദിത്യൻ. വിക്രമൻ എന്നും വിളിക്കാം, ആദിത്യൻ എന്നും വിളിക്കാം, നിങ്ങൾക്കെന്നെ ആദിത്യൻ എന്ന് വിളിക്കാം, വിക്രമൻ പറഞ്ഞു. അവൻ അവിടെ അറിഞ്ഞുകൊണ്ടാണ് ഫുൾ നെയിം പറഞ്ഞത്. ആദിത്യൻ എന്ന് വിളിക്കാൻ പറഞ്ഞതും മറ്റൊരു ലക്ഷ്യം ജാനകിക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ കൂടിയായിരുന്നു. ഇതാരാ? കൃഷ്ണനോട് അനിത ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് വിശദമായി പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വിക്രമനോട് നന്ദി പറഞ്ഞു. ആ സമയം പുറത്തുനിന്ന് റാം അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അവൻ അവിടെ വിക്രമനെ കണ്ടതും, നീയോ? നീ എന്താ ഇവിടെ? നിനക്ക് ഇവനെ അറിയാമോ? കൃഷ്ണൻ വിക്രം പറഞ്ഞത് കേട്ട് അവനോട് ചോദിച്ചു. റാം അറിയാമെന്ന ഭാവത്തിൽ തലയാട്ടി. ഏട്ടന് ആദിയേട്ടനെ എങ്ങനെ അറിയാം? ആദിയോ? ഇവൻ്റെ പേര് വിക്രമൻ എന്നല്ലേ? രമ്യ അവനെ ആദി എന്ന് അഭിസംബോധന ചെയ്തത് കേട്ട് റാം പറഞ്ഞു. അത് കേട്ട് വിക്രമൻ പുഞ്ചിരിച്ചുകൊണ്ട് റാമിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മൈ ഫുൾ നെയിം ഈസ് വിക്രമാദിത്യൻ. എല്ലാവരും വിക്രമൻ എന്ന് വിളിക്കും. വളരെ അടുപ്പമുള്ളവരാണ് ആദി എന്ന് വിളിക്കുക. അതും പറഞ്ഞ് റാമിന് കൈയും കൊടുത്ത് വിക്രമൻ അപ്രതീക്ഷിതമായി സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്ന ജാനകിയെ കണ്ട് അവൻ പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു. ഹാളിൽ ആരോ വന്ന ശബ്ദം കേട്ടാണ് ജാനകി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഹാളിൽ വിക്രമനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. താൻ കാണുന്നത് സ്വപ്നമാണോ എന്നുവരെ അവൾക്ക് തോന്നി. ചേച്ചിക്കും ആദിയേട്ടനെ മുന്നേ പരിചയമുണ്ടോ? ജാനകി വിക്രമനെ നോക്കുന്നത് കണ്ട് രമ്യ ജാനകിയെ നോക്കി രമ്യ പറഞ്ഞു. രമ്യ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ജാനകി വിക്രമനെ തന്നെ നോക്കി നിന്നു. താൻ പറഞ്ഞതൊന്നും ജാനകി കേട്ടില്ലേ എന്ന് മനസ്സിലാക്കിയ രമ്യ അവളെ തട്ടി വിളിച്ചു, ചേച്ചി. രമ്യയുടെ വിളി കേട്ട് ജാനകി പകപ്പിൽ നിന്ന് ഉണർന്ന് രമ്യയുടെ നേരെ നോക്കി പകപ്പോടെ ചോദിച്ചു, എന്താ പറഞ്ഞേ? ചേച്ചിക്ക് ആദിയേട്ടനെ മുമ്പേ അറിയാവോ എന്നാ ചോദിച്ചേ? അത് കേട്ട് ജാനകി ആദ്യം ഇല്ല എന്ന് തലയാട്ടി. പിന്നെ പെട്ടെന്ന് തന്നെ ആണെന്ന് തലകുലുക്കി. നിങ്ങൾക്കെങ്ങനെ ഈ പയ്യനെ അറിയാം? ദേവദത്തൻ ജാനകിയോടും റാമിനോടും ചോദിച്ചു. അത് കേട്ട് റാം ശിവദുർഗയിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഇവനൊരു തെമ്മാടിയും ദുഷ്ടനുമാണ്. റാം വിക്രമനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. വിക്രമൻ അത് കേട്ട് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഈ പയ്യൻ നീ പറഞ്ഞതുപോലെ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്ന് ഇവൻ ഇല്ലായിരുന്നുവെങ്കിൽ അത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇന്ന് നടന്നതെല്ലാം വിക്രമനോട് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞതും വിക്രമൻ എല്ലാവരോടും പറഞ്ഞു, റാം പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മോൻ റാം പറഞ്ഞൊന്നും കാര്യാക്കണ്ട കേട്ടോ. മോൻ വന്ന കാര്യം നടക്കുന്നത് വരെ ഗസ്റ്റ് റൂമിൽ താമസിക്കാം. വിക്രമൻ പറഞ്ഞത് കേട്ട് ദേവദത്തൻ പറഞ്ഞു. വന്ന കാര്യം പെട്ടെന്ന് തന്നെ നടക്കുമെന്നാ തോന്നുന്നത്. വിക്രമൻ ജാനകിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ
കൃഷ്ണന്റെ കൂടെ ഗസ്റ്റ് റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് പകപ്പോടെ തന്നെ നോക്കി നിൽക്കുകയാണ് ജാനകി. പെട്ടെന്ന് ആ പകപ്പ് മാറി ഒരു പുഞ്ചിരി മുഖത്തു വിടർന്നു. ഈ സമയം മായാവനത്തിനുള്ളിലേക്ക് ഒരു കാലിന് വയ്യാത്ത കിളവൻ കയറിപ്പോയി. അയാൾ വനത്തിൽ ഒരു ഭാഗത്തെത്തിയതും അയാൾ എന്തോ മന്ത്രം ചൊല്ലി. പെട്ടെന്ന് അവിടെ ഒരു മായാ കവാടം പ്രത്യക്ഷമായി. അയാൾ ആ മായാ കവാടത്തിലൂടെ മായാവനത്തിൻ്റെ അകത്തേക്ക് കടന്നു. മായാവനത്തിനകത്തെത്തിയതും അയാളുടെ വയ്യാത്ത കാല് ഒരു കുഴപ്പവുമില്ലാത്ത രൂപത്തിലായി. അയാൾ നേരെ പോയത് ആ കാട്ടിൽ മണ്ണ് പിടിച്ച് ചിതലരിച്ചുള്ള ഒരു സ്ത്രീയുടെ പ്രതിമയുടെ മുന്നിലേക്കാണ്. പ്രതിമയുടെ മുന്നിലെത്തിയതും അയാൾ പ്രതിമയെ നോക്കി ഉറക്കെ പറഞ്ഞു, ത്രിപുര സുന്ദരി, നിന്റെ ആഗമനത്തിനുള്ള സമയമായി. നിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. നിന്റെ പ്രേതമൻ രുദ്രൻ പുനർജനിച്ചിരിക്കുന്നു. വരൂ, വന്ന് നിന്റെ രുദ്രൻ്റെ ഓർമ്മകൾ വീണ്ടെടുത്തു കൊടുക്കൂ. നിന്റെ പ്രണയം സാഫല്യമാക്കൂ. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. ശക്തമായ മിന്നലടിച്ചു. പെട്ടെന്ന് ആ പ്രതിമ ചുവന്ന സാരിയുടുത്ത ഒരു സുന്ദരി പെൺകുട്ടിയായി മാറി. അവൾ നടന്നുകൊണ്ട് അവളെ വിളിച്ചുണർത്തിയ വ്യക്തിയുടെ മുന്നിൽ ചെന്നു. എന്നിട്ട് സന്തോഷത്തോടെ അയാളോട് അവൾ ചോദിച്ചു, ബസവ, നീ പറയുന്നത് സത്യമാണോ? അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ കള്ളം പറഞ്ഞതാണോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞതാണ് ത്രിപുര സുന്ദരി. അതും പറഞ്ഞ് ബസവൻ ഒരു മന്ത്രം ചൊല്ലി. വലം കൈയൊന്ന് കറക്കിയതും അവരുടെ മുന്നിൽ ഒരു പ്രതിബിംബം തെളിഞ്ഞു വന്നു. ആ പ്രതിബിംബത്തിൽ വിക്രമന്റെ രൂപം വ്യക്തമായി തെളിഞ്ഞു വന്നു. ഇവൻ വിക്രമാദിത്യൻ എന്ന വിക്രമൻ. ഇവനാണ് രുദ്രന്റെ പുനർജന്മം. അത് കേട്ട് ത്രിപുര സുന്ദരി സന്തോഷത്തോടെ പ്രതിബിംബത്തിൽ തെളിഞ്ഞ വിക്രമന്റെ അടുത്തേക്ക് നോക്കി നിന്നു. പിന്നെ അവൾ തനിയെ പറഞ്ഞു, രുദ്ര, ഞാൻ വരുന്നു നിനക്കായി. നിന്റെ മാത്രം ത്രിപുര സുന്ദരി. ആരാണ് ഈ ത്രിപുര സുന്ദരി? ഇവൾക്കും രുദ്രനും എന്താണ് ബന്ധം? ജാനകിയുടെയും വിക്രമന്റെയും ബന്ധം ജാനകിയുടെ വീട്ടുകാർ അറിയുമോ?